ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഉത്സവ ബലിയെപ്പറ്റിയാണ്. ഇപ്പോൾ ഉത്സവത്തിൻ്റെ കാലമാണല്ലോ. നമ്മൾ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൻ്റെ അകത്ത് ധാരാളം ബലിക്കല്ലുകൾ കാണുന്നുണ്ട്. അവിടെ ദേവൻ്റെ പരിവാരങ്ങൾക്കും ഭൂതഗണങ്ങൾക്കുമെല്ലാം നിവേദ്യം അർപ്പിക്കുന്ന ആ ഒരു ചടങ്ങാണ് ഉത്സവ ബലി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഉത്സവ ബലിയെപ്പറ്റി കൂടുതൽ നോക്കാം എന്താണെന്ന്. തന്ത്രിക്കും കഴകം, വാദ്യക്കാർ, കൈസ്ഥാനീയർ എന്നിവർക്കും വസ്ത്രവും ദക്ഷിണയും നൽകുന്നതാണ് ഉത്സവ ബലിയുടെ ആദ്യ ചടങ്ങ്. ബലി തൂകുന്നതിലുള്ള ചോറ് അതിന് ഹവിസ് എന്നാണ് പറയുന്നത്. തൂശനിലയിൽ നിരത്തി വയ്ക്കും. തുടർന്ന് ഇത് മൂന്നായി പകുത്ത് ഓരോന്നിലും ഉണക്കലരി, എള്ള്, മഞ്ഞൾ എന്നിവയുടെ പൊടി വിതറും. 3 നിറത്തിലുമുള്ള ഹവിസ് സത്വ, രജോ, സ്തമോ ഗുണങ്ങളുടെ സൂചകങ്ങളാണ്. പിന്നീട് ഹവിസ് പൂജ നടത്തുന്നു. അതിന് മരമെന്ന വാദ്യവും ശംഖ്, ചേങ്ങില എന്നിവയും ചേർത്തുള്ള മരപ്പാണിക്കൊട്ടി ബലി ദേവതകളെ ഉണർത്തും. ക്ഷേത്രത്തിനുള്ളിലുള്ള ദ്വാസ്തന്മാർ, മണ്ഡപത്തിലെ ദേവവാഹനം, അഷ്ടദിക്പാലകർ, ബ്രഹ്മാവ്, അനന്തൻ, സപ്തമാതൃക്കൾ, ഗണപതി, വീരഭദ്രൻ എന്നീ ദേവതകൾക്കും അനുചരന്മാർക്കും ആദ്യഘട്ടത്തിൽ ബലി തൂകും. രണ്ടാമത്തെ പ്രദക്ഷിണത്തിൽ ശ്രീകോവിലിൻ്റെ തെക്കുള്ള സപ്തമാതൃക്കൾക്ക് ബലി തൂകുന്നു. വളരെ സമയമെടുത്താണ് രണ്ടാമത്തെ ഈ ബലി തൂകൽ. ഈ സമയത്തു മാത്രമാണ് ഭക്തർക്ക് ദർശനം നൽകാറുള്ളത്. കാണിക്ക അർപ്പിച്ച് ഉത്സവ ബലി പൂജ തൊഴുതാൽ അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ഇതിനു ശേഷം മാത്രമാണ് നാലമ്പലത്തിന് പുറത്തുള്ള ബലിപീഠങ്ങളിൽ ബലി തൂകുന്നത്. ക്ഷേത്രേശ്വരനെ എഴുന്നള്ളിച്ച് പുറത്തെ ബലി സമർപ്പണം വടക്കുഭാഗത്ത് എത്തുമ്പോൾ ക്ഷേത്രപാലന് പാത്രത്തോടെ ബലി സമർപ്പിക്കുന്നതും വിചിത്രമായ കാഴ്ചയാണ്. തുടർന്ന് ദേവനെ അകത്ത് എഴുന്നള്ളിച്ച് പൂജ നടത്തുന്നതോടെ ഉത്സവ ബലി പൂർണ്ണമാകുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഉത്സവ ബലി നടക്കുന്നുണ്ട്. അത് ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആ ചടങ്ങ് നടത്താതെ പറ്റുകയുമില്ല. അപ്പോൾ ഈ ഉത്സവകാലങ്ങളിൽ ഏവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഈ ഒരു ചെറിയ ഒരു അറിവ്, ഉത്സവ ബലിയെ പറ്റിയുള്ള ഈ ഒരു അറിവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ ഒക്കെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതുപോലെ തന്നെ എൻ്റെ ചെറിയ അറിവിലെ പരിമിതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇനിയും കൂടുതൽ വീഡിയോയിൽ പങ്കുവയ്ക്കാം. അതുവരെ നന്ദി, നമസ്കാരം.